പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഓൾറെഡി 3 വർഷം മുമ്പേ എനിക്ക് ഈ വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഈ സാധനം തന്നെ എടുക്കാനുള്ള പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ വണ്ടി ഷോറൂമിൽ പോയി എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോഴാണ് പിന്നെ 160 ഡൂക്കൊക്കെ വന്നത്. ഞാൻ വിചാരിച്ചു മൈലേജ് ഉണ്ട്, പിന്നെ പവർ കുറച്ച് കുറവ്. ഓൾറെഡി 180 യൂസ് ചെയ്തത്. പിന്നെ RCയുടെ 160. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിൻ്റെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 46 മോഡൽ ടൈപ്പ് ബൈക്കുണ്ട്. ഭ്രാന്ത് പിടിക്കും. അതാണ് മെയിൻ സംഭവം. 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ അകത്ത് നിങ്ങൾ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ബൈക്കാണ്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ 3 വർഷം മുമ്പ് ഞാൻ ഈ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കാനോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഫണ്ട് സെറ്റ് ചെയ്ത് പിന്നെ ഇത് തന്നെ എടുത്തത്. പക്ഷേ എടുക്കാൻ പോയപ്പോഴത്തേക്ക് മനസ്സിനൊരു ചഞ്ചാട്ടം വന്നായിരുന്നു. പൈസ ഡൗണും EMI ഒക്കെ കുറച്ച് കൊടുക്കാനുള്ളതുകൊണ്ട് 160 RC ഡൂക്ക് 160 വല്ലതും എടുക്കാണ്. പിന്നെയും വിചാരിച്ച് എന്തായാലും നമ്മൾ വണ്ടി എടുക്കുമല്ലേ, അങ്ങനെ എടുത്ത് ചാടിയേക്കാന്ന് വിചാരിച്ച് ചാടിക്കൊടുത്തതാണ്. ഇതാകുമ്പം എന്തായാലും EMI അടയ്ക്കണം. ഒരു 1000-2000 രൂപയുടെ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്നവർ ഒന്ന് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് ഇത് എടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കൊന്ന് RC200-നെക്കാട്ടിയും RC200 ഒന്നുകൂടെ പ്രീമിയം ലുക്കാണ് കേട്ടോ. ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നും. അത് ആ ഫെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോയ്ക്കകത്ത് ഇതിനകത്തൊക്കെ കാണുമ്പോൾ ആണ് ഇത്. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ഭയങ്കര പ്രീമിയം ബിൽഡെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഡൂക്ക് 200 ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുറേ ആയി, അങ്ങ് കണ്ടമാനമായി സാധനം. പക്ഷേ ഇത് അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് പൈസയുടെ വ്യത്യാസം എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ